ജനിച്ചൊരു 23 ദിവസം ആയപ്പോഴത്തേക്ക് ശരീരം മൊത്തം ഇങ്ങനെ പാമ്പിന്റെ പട ഉരിയുന്ന പോലെ ഒരു അസുഖം വന്നു. അപ്പോൾ അതിലിടയ്ക്ക് പൊട്ടി ചോര പോലെ വരികയും അപ്പം കുഞ്ഞിലൊരു സ്മെല്ലുണ്ട് എനിക്ക് എപ്പോഴും, തലയിലും ഒക്കെ സ്മെല്ലുണ്ട്. അപ്പൊ കുട്ടികളാരും അടുത്തിരിക്കത്തില്ല. എന്റെ കയ്യിലൊക്കെ മുട്ടി കഴിയുമ്പോൾ അവർ ഓടിപ്പോയിട്ട് കൈയൊക്കെ കഴുകും. പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്തില് ദീപ്തി, ബ്ലോഗർ ദീപ്തിയെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ദീപ്തിയുടെ വീട്ടിന്റെ തൊട്ടടുത്ത്, അതായത് തൊട്ട് മുന്നിൽ കാണുന്ന സ്ഥലമാണിത്. ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ദീപ്തിയുടെ യൂട്യൂബ് ബ്ലോഗിങ് വരുന്നത്. ഈ ബ്ലോഗിങ് കിട്ടുന്ന വരുമാനം കൊണ്ട് ദീപ്തി ഇവിടുത്തെ അടുത്തുള്ള ആദിവാസി കോളനി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ കാശ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ദീപ്തിക്കുണ്ട്. ഇതിനൊക്കെ ഈ ഗ്രാമത്തിന്റെ ഭംഗിയും ഇവിടുത്തെ ഒരു സാധാരണ ബ്ലോഗറായി നിന്നുകൊണ്ടുള്ള ചെറിയ വരുമാനമൊക്കെയാണ് ദീപ്തി ഉപയോഗിക്കുന്നത്. ദീപ്തി പൊളിയാണ്. ദീപ്തിയെ കണ്ടുപിടിച്ചതേ സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ദീപ്തിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ദീപ്തി, ഈ കുഞ്ഞു വരുമാനം എന്ന് പറയുമ്പോൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒപ്പം ഈ പറയുന്ന ഒരു എക്സ്പ്ലോറേഷൻ, ഗ്രാമത്തിന്റെ ഒരു എക്സ്പ്ലോറേഷൻ. ഇതിനകത്ത് നിങ്ങൾക്കുള്ള ചെറിയ വരുമാനം കൊണ്ട് സംരക്ഷിക്കാൻ പറ്റുമോ ഇവരുടെയൊക്കെ? എല്ലാവരെയും പറ്റത്തില്ല. അപ്പൊ നേരത്തെ ഇതൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു, നമ്മൾ ആരുടെടുത്തും പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോ എപ്പോഴാണോ എന്നെ കൊണ്ട് മാത്രം പറ്റില്ല എന്ന് തോന്നിയത്, അന്നേരമാണ് നമ്മളിത് വീഡിയോ വഴി പുറത്തേക്ക് കാണിച്ചത്. അപ്പൊ ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അതൊരു എന്താ പറഞ്ഞ വിഷമമായിപ്പോയി. സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കാട്ടിക്കിടക്കുന്നതൊക്കെ കണ്ട് വിഷമമായിട്ട് ഇപ്പൊ അവരുടെ മക്കളുടെ പിറന്നാളോ അല്ലെ വീട്ടിൽ എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവരോടൊപ്പമാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പൊ അവർക്ക് ഭക്ഷണം കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും. കാരണം ഇത് ഞാൻ ഒരിക്കലും ഒരു സോഷ്യൽ സർവീസ് ആയിട്ടല്ല ചെയ്യുന്നത്. ഇത് എന്റെ കൺസെപ്റ്റിൽ ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതിയാണ് ചെയ്യുന്നതും. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങള് പ്രചോദനമായിട്ട് ഇത് കണ്ട് പ്രചോദനമായിട്ട് അവര് വീട്ടുകാരെ വീണ്ടും വീണ്ടും പറഞ്ഞിവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഡ്രസ്സുകള് അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ചില അമ്മമാരെ വിളിച്ച് പറയാറുണ്ട്, ഇപ്പൊ മക്കള് പുതിയ ഡ്രസ്സ് വേണമെന്നും പറഞ്ഞൊന്നും വഴക്കുണ്ടാക്കാറില്ല ഇത് കണ്ടതിന് ശേഷം. കാരണം ഒരൊറ്റ കുടിലില് ചോർന്നൊലിച്ച് കിടക്കുക. ഓരോ കുടുംബത്തിൽ 7-8 മക്കളുണ്ട്. ദീപ്തിയുടെ കുറെ റുട്ടീൻസ് നമ്മൾ വ്ലോഗ് വഴി കണ്ടിട്ടുണ്ട്, ദീപ്തി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് ദീപ്തി എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കാം. ദീപ്തിക്ക് ഒരുപാട് കഥ പറയാൻ ഉണ്ട്. എന്നാ കയറിയട്ടെ. ഇതാണ് കോഴി സാമ്രാജ്യം. ഒരുപാടുള്ളതിന്റെ ഒരു ഭാഗമാണിത്. ഇത് VV380 എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട കോഴിയാ. അതായത് വർഷത്തില് മാക്സിമം ദിവസം ഇത് മുട്ടയിടും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ആദ്യത്തെ 2 വർഷം മുട്ടയിട്ട് തുടങ്ങി ആദ്യ 2 വർഷം വരെ അതായത് വർഷം 1 മാസം വല്ല മുട്ട ഇട്ടില്ലെങ്കിലേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇത് മുട്ട ഇട്ടുകൊണ്ടേയിരിക്കും. ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഈ VV380 എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂടിന്റെ പേര് ഹൈടെക് കൂട് എന്നാണ്. ഹൈടെക് കൂടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലേബേഴ്സിനെ വളരെ കുറച്ച് മതി. 4-5 ആൾക്കാർ ചെയ്യുന്ന പണിയാണ് കുറഞ്ഞു കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ. ഇതിൽ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കും, മുട്ട ഇങ്ങോട്ടേക്ക് വരും. മുട്ട ഇങ്ങോട്ടേക്ക് ഉരുണ്ട് വരുമ്പോഴത്തേക്ക് ഇത് പൊട്ടിക്കുന്നതൊക്കെ കുറവായിരിക്കും. നമ്മൾ ഇതുപോലെ 2 ടാങ്ക് അല്ലെങ്കിൽ ബക്കറ്റിലാണ് വെള്ളം നിറച്ച് വെക്കാറുള്ളത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കൊത്തിന് കോഴിക്ക് 1 തുള്ളി വെള്ളം കിട്ടുന്ന പോലെയാണ്. ഇല്ല ഇത് വെറുതെ ചവിട്ടി കളയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കൂട്ടിൽ സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്.